Hello friends, welcome to the channel. Channel and Ajay. Now, we will unboxing and giveaway QUBO mini UPS. QUBO is a Hero group, a Hero motorcycle. That group is a product QUBO, QUBO smart camera, and smart accessories QUBO electronics. A brand new Amazon unboxing giveaway. അപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗീവ് ചെയ്യാനുള്ള സ്റ്റെപ്സുകൾ ഞാൻ ഇപ്പോൾ പറയാം. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, അത് മെയിൻ സംഭവമാണ്. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ, നമ്മുടെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കിട്ടും. ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ നിന്നും കിട്ടും, ലിങ്ക് കിട്ടും. ജസ്റ്റ് കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യാൻ രണ്ടും, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക്. അതുപോലെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കുന്നത് വെച്ചാൽ നമ്മളിത് അനൗൺസ് ചെയ്യാൻ പോകുന്നത് 350 ലൈക്ക് ആകുമ്പോഴാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ. അതുപോലെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റ് ഇടാം, എന്ത് വേണമെങ്കിൽ ഇടാം. അതുകൊണ്ടെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോനെ കുറിച്ചിടാം, വീഡിയോ ഇമ്പ്രൂവ് ചെയ്യേണ്ട സ്റ്റെപ്സിനെ കുറിച്ചിടാം. അതേപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് പോരായ്മകളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാം. പക്ഷേ നിങ്ങൾക്ക് എന്താ പറയുക നല്ല എന്ത് കമൻറ്റ് വേണമെങ്കിൽ ഇടാം. നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് വേറെ സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കാം, എന്തായാലും കുഴപ്പമില്ല. പക്ഷേ സ്പാം ആയിട്ട് എടുക്കുക എന്ന് വെച്ചാൽ ലിങ്കോ അതുപോലെ മൊബൈൽ നമ്പറൊന്നും കൊടുക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ യൂട്യൂബ് അത് ഓട്ടോമാറ്റിക്കലി സ്പാമിലേക്ക് മാറ്റും, പിന്നെ എനിക്കതിന് റിപ്ലൈ ചെയ്യാനോ കാണാനോ പറ്റില്ല. അപ്പോൾ അത് സ്പാം ആയിട്ട് എടുക്കും. അപ്പോൾ നമുക്ക് അത് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വരില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, സ്പാം മെസ്സേജ് ഇടാണ്ടിരിക്കുക. അതാണ് നമ്മുടെ മെയിൻ സംഭവം. പിന്നെ നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ലിങ്ക് ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ ലൈക്ക് അടിക്കാനും മറക്കണ്ട. ലൈക്ക് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അതിൻ്റെ ലൈക്ക് 350 ആക്കുമ്പോഴാണ് നമ്മളിത് അനൗൺസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്ങിൽ കിടക്കാൻ പോകും. അതിന് മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ലിങ്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട. നമ്മുടെ യൂട്യൂബിൽ നോട്ടിഫിക്കേഷൻ ആകാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോ അറിയാലോ. അപ്പോൾ നമ്മൾ പറഞ്ഞ ക്യൂബോൻ്റെ മിനി UPSൻ്റെ ബോക്സ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. ഒരു നല്ലൊരു ബോക്സ് പാക്കേജിങ് കഴിഞ്ഞാൽ ഫുൾ റാപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും QUBO നിങ്ങൾക്ക് സ്മാർട്ട് ക്യാമറ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇറക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയിക്കുന്നത് നമ്മുടെ ഹീറോ മോട്ടോർ സൈക്കിൾ ഇല്ലേ, അവരുടെ ഹീറോ ഗ്രൂപ്പിൻ്റെ ഒരു ബ്രാൻഡാണ് QUBO എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട് സൈഡ് തന്നെ QUBO മിനി UPS പ്ലസ് എഴുതിയിട്ടുണ്ട്. ഇതിൽ 6000 mAh ആണ് വരുന്നത് കേട്ടോ. ഇത് നമ്മൾ ഗീവ് അവേ കൊടുക്കാൻ വേണ്ടി നമ്മളിപ്പോൾ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം നിങ്ങൾക്ക് പുതിയ പാക്കേജിംഗ് ആണ്, ഫുള്ളി റാപ്പിഡ് പാക്കേജിംഗ് ആണ്. നമ്മളിത് അൺബോക്സിങ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളിത് ഗീവ് അവേ ചെയ്യാൻ പോയിട്ടുള്ള പാക്കേജാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിതിന് വെക്കാൻ പോകുന്നത് ഒരു 350 ലൈക്സ് ആണ് കേട്ടോ. 350 ലൈക്സ് ആയി കഴിഞ്ഞാൽ നമ്മളിത് ഗീവ് അവേ നമുക്ക് റാൻഡമായിട്ട് നമ്മുടെ കമൻറ്റ്സ് വെച്ചിട്ട്, അതുപോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യുന്നവരിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ രണ്ടും ഫോളോ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. എന്നുവെച്ചാൽ നമ്മൾ കമൻറ്റ് എടുക്കുന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ, അതുപോലെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്തിട്ടുണ്ടോ നോക്കിയിട്ടാണ് നമ്മൾ കമൻറ്റ് റാൻഡമായിട്ട് എടുക്കുക. അല്ലെങ്കിൽ അത് നമ്മൾ എടുക്കില്ല, വേറെ ഒന്നുകൂടി നമ്മൾ സെലക്ട് ചെയ്യട്ടെ. അപ്പോൾ ഈ 3 ഒന്നും ചെയ്യാൻ മറക്കണ്ട, എല്ലാവരും ചെയ്യാൻ മറക്കണ്ട. ഇതുപോലെ തന്നെയാണ് നമ്മൾ മുമ്പത്തെ ഗീവും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ 2 ഗീവ് ഓൾറെഡി ഇപ്പോൾ പെൻഡിങ് ആണ്, ഇപ്പോൾ കിടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ലൈക്സ് ആവാണ്ടിരിക്കുകയാണ്. അപ്പോൾ ലൈക്സ് ഒരെണ്ണം ഓൾമോസ്റ്റ് ആവാറുണ്ട്, ഒരെണ്ണം കുറച്ച് പെൻഡിങ് ആണ്. അപ്പോൾ ഇത് രണ്ടും കാണാത്തവർ കാണും. നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും. നമ്മൾ 10 റൂട്ടറും അതുപോലെ ഒരു പ്രോട്ടോണിക്സിൻ്റെ 3200 രൂപയുടെ വയർലെസ് ഹെഡ്സെറ്റാണ് വരുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും വീഡിയോ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പുതിയതായിട്ട് ഫ്രഷ് പാക്കാണ് നമുക്ക് കാണാം. നമുക്ക് എന്തായാലും അൺബോക്സിങ് ചെയ്യാം. എന്തായാലും നമ്മുടെ റാപ്പ് പൊട്ടിക്കാം. എന്തായാലും ഞാൻ നമ്മുടെ ഇതുണ്ട്, ഫുള്ളി റാപ്പാണ്. നമുക്ക് എന്തായാലും ആദ്യം ഫുൾ കളയാത്, കുറച്ച് നല്ലോണം റാപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിതിൻ്റെ പാക്കേജിങ് പ്ലാസ്റ്റിക് കോട്ടിങ്, ഇങ്ങനെ പ്ലാസ്റ്റിക് കോട്ടിങ് ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ നമുക്കിത് വന്നു കഴിഞ്ഞാൽ സാനിറ്റൈസ് ചെയ്യാൻ നല്ല സുഖമാണ്. നമ്മുടെ ഇതിൻ്റെ ഇതിൻ്റെ എന്താ പറയുക, കളറിനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ ശരിക്കും ചിലപ്പോൾ ഈ കളർ ഫെയ്ഡ് ആവാനൊക്കെ ചാൻസ് ഉണ്ട് നമ്മുടെ സാനിറ്റൈസർ അടിക്കുമ്പോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് വരുന്നത്. അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ QUBO മിനി UPS പ്ലസ് ഉണ്ട്, ഹീറോ ഗ്രൂപ്പ് ഉണ്ട്, QUBOയുടെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്, ലോഗോ പോലെ. ഞാൻ കുറച്ചുകൂടി വേണമെങ്കിൽ ഒന്ന് എന്താ പറയുക സൂം ചെയ്യാം. അപ്പോൾ പിന്നെ നമുക്ക് ബാക്ക് സൈഡിലേക്ക് ഡയറക്റ്റ് പോകാം. ബാക്ക് സൈഡിലാണെങ്കിൽ ഇൻട്രൊഡ്യൂസിങ് QUBO മിനി UPS പ്ലസ് എഴുതിയിട്ടുണ്ട്. UPS ഫോർ വൈഫൈ റൂട്ടേഴ്സ് എൻഷുറിങ് അൺഇൻറ്ററപ്റ്റഡ് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഡ്യൂറിങ് പവർ കട്ട്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മാനുഫാക്ചർഡ് ഇൻ ഇന്ത്യ തന്നെയാണ്. നമ്മുടെ ചില ബ്രാൻഡുകൾ നമ്മുടെ കുറച്ച് നമ്മുടെ എന്താ പറയുക മാനുഫാക്ചർഡ് ഇൻ ചൈനയാണ്, അത് റീബ്രാൻഡ് ചെയ്യുന്ന മാർക്കറ്റിംഗ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത് മാനുഫാക്ചർഡ് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്, ന്യൂഡൽഹിയിലാണ്. അതുപോലെ ഉത്തർപ്രദേശിലും മാനുഫാക്ചറിങ് ഉണ്ട് ഇവർക്ക്. മിനി UPS ഒരെണ്ണമുണ്ട്, എക്സ്റ്റൻഡ് ഇൻപുട്ട് കേബിൾ ഉണ്ട്, ഔട്ട്പുട്ട് കേബിൾ ഉണ്ട്, അതുപോലെ QST ഉണ്ട്, വാറണ്ടി കാർഡ്. ഇതാണ് നമ്മുടെ അതിൻ്റെ ഇൻപുട്ട് വരുന്നത്. ഇപ്പോൾ സൈറ്റ് ആണെങ്കിൽ www.QUBOworld.com എന്നാണ് സൈറ്റിൻ്റെ പേര് കേട്ടോ. ഉണ്ട്, ഫുള്ളി സീൽഡാണ്. ഈ സൈഡിലായിട്ട് QUBO എന്നുണ്ട്, ഹീറോ ഗ്രൂപ്പ് വെഞ്ചറിന് എഴുതിയിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് അതിൻ്റെ സീരിയൽ നമ്പറും അതുപോലെ ഹീറോ റിലേറ്റഡ് ലോഗോസ് ആ ട്രേഡ് മാർക്ക് ഓഫ് ഹീറോ ഇലക്ട്രോണിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് കട്ട് ചെയ്യാം. ഇതിന് നമുക്ക് എന്തായാലും നൈഫ് വേണം. നമ്മുടെ സ്വിസ് നൈഫ് എടുത്തിട്ടുണ്ട് ഞാൻ, നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, ഈ സൈഡ് കട്ടായിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ സൈഡ് ഓക്കെ, രണ്ട് സൈഡ് ഇപ്പോൾ കട്ടായിട്ടാണ്. ഇനി നമുക്കിത് നമ്മുടെ നോർമൽ ഓക്കെ. അപ്പോൾ ഫസ്റ്റ് തന്നെ എന്തുള്ള ഒരു എക്സ്റ്റെൻഡഡ് വാറണ്ടി ഫോർ എക്സ്റ്റെൻഡഡ് പീസ് ഓഫ് മൈൻഡ്, അഡീഷണൽ 3 month വാറണ്ടി ഉണ്ട്. നമുക്കിത് കൂടെ രജിസ്ട്രേഷൻ ചെയ്താൽ മതി. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. പിന്നെ എന്താ ഒരു ബുക്ക്ലെറ്റ് ഉണ്ട്, നമ്മുടെ ഒരു വാറണ്ടി കാർഡ്. അതെ, വാറണ്ടി കാർഡ് അതേപോലെ എന്താ പറയുക, യൂസർ മാനുവലും പറയുന്ന പോലെ വാറണ്ടി കാർഡാണ് ഈ സംഭവം. എന്താണ് നമ്മുടെ ചെറിയ കുട്ടി വാറണ്ടി കാർഡ്, 1 year ആണ് നമുക്ക് വാറണ്ടി വരുന്നത്. അത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വരുന്നത് ഒരു ഇൻഡിക്കേറ്ററും പാക്കേജ് കണ്ടൻറ്റും അതേപോലെ ഒരു ഇൻസ്ട്രക്ഷൻ സംഭവം മാനുവൽ തന്നെ. എന്ന് വെച്ചാൽ നമുക്ക് ഔട്ട്പുട്ട് റേറ്റിംഗ് വരുന്നത് 12 volt 2 ampere ആണ്. ഇൻപുട്ട് റേറ്റിംഗും 12 volt 2 ampere ആണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ പറ്റുന്ന ടെമ്പറേച്ചർ നമ്മുടെ എന്താ പറയുക കറണ്ട് എന്ന് വെച്ചാൽ 12 volt 2 ampere തന്നെയാണ് കേട്ടോ. അപ്പോൾ മാക്സിമം 2 ampere വരെ നമുക്ക് പറ്റുള്ളൂ. നോക്കും നിങ്ങൾ. അതിൻ്റെ മുകളിൽ വരുന്നത് നമുക്കിത് സപ്പോർട്ട് ചെയ്യില്ല. മോസ്റ്റ്ലി എല്ലാ UPSും ഇതേ റേഞ്ചിൽ തന്നെയാണ് വരിക. പിന്നെ നമുക്ക് സ്റ്റെപ്സൊക്കെ നിങ്ങൾക്ക് അറിയേണ്ടതാണ്, അറിയില്ലെങ്കിൽ നമ്മൾ ഇത് കണ്ടാൽ മതി. പിന്നെ ലൈറ്റ് ഇൻഡിക്കേറ്ററിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ എന്ന് പറയുന്നത് പവർ സപ്ലൈ ഫ്രം QUBO UPS ടു ദ ഡിവൈസ് ആണ്. ബ്രൈറ്റ് ഗ്രീൻ ഓർ യെല്ലോ ആണെങ്കിൽ ചാർജിങ് മോഡാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ബാക്ക് സൈഡിലായിട്ട് ഹീറോ ഇലക്ട്രോണിക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അവരുടെ സ്മാർട്ട് ഉണ്ടാകുന്ന കമ്പനിയുടെ പേരാണ്, ഹീറോ ഗ്രൂപ്പിൻ്റെയാണ്. അപ്പോൾ താഴെയായിട്ട് നമ്മുടെ ഹീറോ UPS കിടക്കുന്നുണ്ട്. നല്ലതായിട്ട് നല്ല ഒരു എന്താ പറയുക കേസൊക്കെ ചെയ്തിട്ട് ശേഷം ഒരു ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. പ്ലാസ്റ്റിക്കാണ്, ഒരു ഗ്ലോസി പാക്കേജിങ് പോലെയാണ് സംഭവം. ഇവിടെ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്, നമുക്കൊരു ഇൻഡിക്കേറ്റർ ഉണ്ട്. എന്തായാലും ചാർജ് ഉണ്ടായിരിക്കാനാ, ഗ്രീൻ ചാർജ് ഉണ്ട് ഇതിൽ. നമ്മുടെ എന്താ പറയുക ബിൽഡ് ക്വാളിറ്റി ഒരു ആവറേജിൻ്റെ മുകളിലാണെന്ന് വെച്ചാൽ അങ്ങനെ പറയാം. ഈ സൈഡിലായിട്ട് വാറണ്ടി വോയിഡ് ഇഫ് ദ സീൽ ഈസ് ബ്രോക്കൺ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്ക് സൈഡിലായിട്ട് അതിൻ്റെ എന്താ പറയുക മോഡൽ നമ്പറും അതുപോലെ കോഷനായിട്ട് ഡു നോട്ട് അറ്റംപ്റ്റ് ഓപ്പൺ എന്ന് കൊടുത്തിട്ടുണ്ട് അവർ. സീരിയൽ നമ്പർ, ബാറ്ററി കപ്പാസിറ്റി പറയുന്നത് ഇതിൽ 2000 mAh ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഞാൻ ആ ഒരു സൈറ്റിൽ നോക്കി 3 × 2000 mAh ആണ്, അതായത് 6000 mAh ആണ് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊരു 6-7 hourൊക്കെ കിട്ടേണ്ടതാണ് നമ്മുടെ നോർമൽ 12 amp 1 ampere ഇതൊക്കെ ആണെങ്കിൽ. എൻ്റെയൊക്കെ മോസ്റ്റ്ലി എല്ലാം 12 amp 1 ampere ആണ് ചാൻസ് എന്തായാലും നമ്മുടെ. അപ്പോൾ നമുക്ക് എന്തായാലും മാറ്റി വയ്ക്കാം. പിന്നെ എന്തൊക്കെയാണ് നമുക്ക് വരണേ നോക്കാം. പിന്നെ നമുക്ക് കുറേ കണക്ടേഴ്സ് വരുന്നുണ്ട്. എന്തായാലും നമുക്ക് കണക്ടേഴ്സ് ആവശ്യം വരും. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണമല്ലോ. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്യാണ്. അങ്ങനത്തെ ഒരു 2 കേസ് ഓഫ് കണക്ടേഴ്സാണ് വരുന്നത്. ഇത് നമുക്ക് നോർമലി നമ്മുടെ ഇത് തന്നെയായിരിക്കും, ഈ സാധനമാണ് നമുക്ക് ആവശ്യം വരിക. എൻ്റെ കയ്യിൽ അത് വേറെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് എടുക്കുന്നില്ല. എന്തായാലും വേറെ ഉണ്ട് എക്സ്ട്രാ. പിന്നെ നമുക്കിത് ഹാങ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു സ്ക്രൂ തന്നിട്ടുണ്ട് 2 അപ്പോൾ നമുക്കത് അതിൽ ഇട്ട് വയ്ക്കാം. ഞാൻ എന്തായാലും ഇത് ഓപ്പൺ ചെയ്യില്ല, എന്തായാലും നമ്മൾ ഗീവ് ചെയ്യാനുള്ളതാണല്ലോ. അപ്പോൾ ഞാൻ ഇത് ഉപയോഗിക്കുന്നില്ല, എന്തായാലും വേറെ കണക്ടർ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇത് എടുക്കുന്നില്ല. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ വേണ്ടത് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ എന്താ പറയുക റൂട്ടറിൻ്റെ മോഡത്തിൻ്റെ അടുത്തേക്കാണ് എന്ന് വെച്ചാൽ നമുക്കിത് കണക്ട് ചെയ്ത് നോക്കണം എന്തായാലും. അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ മോഡത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഉണ്ടായിരുന്ന നമ്മുടെ റോട്ടർ കോമ്പിൻ്റെയൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എന്തായാലും മാറ്റിയ സംഭവം മാറ്റാം. ഇപ്പോൾ നമ്മൾ അതിൻ്റെ വയറാണ് ഈ കാണുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എക്സ്ട്രാ വയറിനുണ്ട്. അപ്പോൾ ഞാൻ അതെടുത്ത് വെക്കുകയാണ്. അപ്പോൾ നമുക്കിതിൽ നമ്മുടെ ഇതിൻ്റെ നമുക്കിവിടെ സ്വിച്ച് ഉണ്ട്. അതുപോലെ നമുക്ക് ഇവിടെയാണ് ഇൻ ഔട്ടും വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നിലേക്ക് നമ്മുടെ മെയിൻ ഇതിൻ്റെ എന്താ പറയുക മോഡത്തിൻ്റെ വയർ കൊടുക്കണം. അപ്പോൾ നമുക്കത് ആദ്യം അത് കൊടുക്കാം. ഇതാണ് ഇന്ന് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇന്ന് കൊടുത്തു കേട്ടോ. അപ്പോൾ ഓൾറെഡി അത് ഗ്രീൻ കത്തി. അപ്പോൾ നമുക്കത് എന്തായാലും ഇങ്ങനെ വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ട് നിന്നാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഔട്ട് ഒന്ന് കൊടുക്കട്ടെ കേട്ടോ. നമ്മൾ ഒരു കയ്യിൽ ക്യാമറ പിടിച്ചിട്ടാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഔട്ടിൻ്റെ ഇവിടെ കുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് നമ്മുടെ മോഡത്തിലേക്ക് കുത്തണം. അപ്പോൾ ഞാനത് കുത്തുകയാണ്. അപ്പോൾ ഞാൻ കുത്തി. അപ്പോൾ നമുക്ക് സംഭവം ഓണായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സംഭവം സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ഓഫാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഓൺ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കറണ്ട് പോയി കഴിഞ്ഞാൽ സംഭവം കത്തില്ല. അപ്പോൾ സംഭവം നമ്മളെല്ലാം കുത്തിയിട്ടുണ്ട്. നമുക്ക് ഗ്രീൻ ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ചാർജിങ് അല്ലെന്നുണ്ട്. ചാർജിങ് ആണെങ്കിൽ കുറച്ചുകൂടി ഒരു യെല്ലോ ബ്ലിങ്ക് ആവുമെന്നാണ് പറഞ്ഞത് നമ്മുടെ യൂസർ മാനിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ലാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഫോൺ കെട്ടിട്ടുണ്ട്. അതുപോലെ ഫോൺ ഇനി ഗ്രീൻ ആവണം. അതുപോലെ നമ്മുടെ വൈഫൈയും വരണം. അപ്പോൾ ഫോൺ ബ്ലിങ്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റേബിൾ ആവട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും. ആ ഫോൺ വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റേബിൾ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ലാനും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വൈഫൈയും കൂടി ഓൺ ആവണുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മളെല്ലാ സംഭവം വൈഫൈ ഇവിടെ ഓൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ എല്ലാ കണക്ഷനും കറക്റ്റായിട്ട് കുത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ഒറ്റ കൈ കൊണ്ടാണ് കുത്തിയത്, അതുകൊണ്ട് ഞാൻ കറക്റ്റ് കയറിയിട്ടുണ്ടോ എന്ന് നോക്കണം എന്തായാലും. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഇവിടേക്ക് മാറ്റി വയ്ക്കാം എന്തായാലും. ഞാൻ എന്തായാലും ഇവിടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫുൾ കണക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് സംഭവം ടെസ്റ്റ് ചെയ്ത് നോക്കാം, നെറ്റ് വന്നിട്ടില്ലേന്ന്. ആ സംഭവം വന്നിട്ട് ഓൾറെഡി മെസ്സേജൊക്കെ വന്നു തുടങ്ങി. അതവിടെ നോക്കി കഴിഞ്ഞാൽ അതുകൊണ്ട് BSNL
ഇതാണ് നമ്മുടെ ഇത് നമ്മുടെ താഴെ വരുന്ന TP ലിങ്കിൻ്റെ അന്ന് നമ്മൾ ഒരു 5 GHz റൂട്ടർ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് ആണ് ഇപ്പോൾ കണക്റ്റഡ് ആണ് ഓൾറെഡി. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് നമുക്കൊരു സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഗൂഗിൾ വന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്പോർട്സ് ഇല്ല, ഞാൻ അവിടെ നോക്കാം. എന്തായാലും സ്പോർട്സ് എല്ലാം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പവർ സപ്ലൈ ഓഫ് ചെയ്ത് നോക്കണം. എന്തായാലും ഇതിൽ ചാർജ് ഉണ്ടെന്ന് വെച്ചാൽ ഗ്രീൻ ലൈറ്റ് തന്നെ കത്തണത്. അപ്പോൾ നമുക്ക് പവർ ലൈറ്റ് ഇവിടെ നിന്ന് എടുക്കാം. ഞാൻ പവർ എടുത്തിട്ടുണ്ട്. സംഭവം എന്നുവെച്ചാൽ ഒരു കറക്ഷനും വരുന്നില്ല. എന്ന് വെച്ചാൽ പവർ പോയാലും കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ അടുത്ത് മൊബൈൽ എടുത്ത് തന്നെയാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ എന്താ നമുക്ക് വെതർ നോക്കാം. വെതറെല്ലാം വരുന്നുണ്ട്. തൃശ്ശൂർ കണ്ടോ, അല്ലെങ്കിൽ ഒരു സൈറ്റും കൂടി നോക്കാം. വെതർ എല്ലാം വന്ന് വരുന്നുണ്ട്. ഒരു കുഴപ്പമില്ല കേട്ടോ, സ്പീഡൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഉണ്ട് ഒരു സംഭവം കണക്ട് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ ഔട്ട്പുട്ട് മാത്രമേ വരുന്നുള്ളൂ. ഇൻപുട്ട് നമ്മൾ ഓൾറെഡി ഉണ്ട്, വയർ ഊരിയിട്ടുണ്ട്. ഇതിൽ നിന്നാണ് നമുക്ക് പവർ പോകുന്നത്. വേറെ നമ്മൾ കണക്ഷൻ ചെയ്തിട്ടൊന്നുമില്ല കണ്ടോ. അപ്പോൾ സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് വരുമ്പോൾ തന്നെ ഓൾറെഡി ഫുൾ ചാർജ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. വെച്ചാൽ നമ്മുടെ ഇതിൻ്റെ നമുക്കൊരു ബാറ്ററി ഇൻഡിക്കേറ്റർ ആയിട്ട് വരുന്നില്ല, പക്ഷേ ഇതിൻ്റെ കളർ മാറും. അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ നല്ലൊരു സാധനം തന്നെ. ക്വാളിറ്റി വൈസ് തന്നെ നമുക്ക് അത് കോമ്പാക്റ്റ് ആണ്. നമ്മുടെ ശരിക്കും ഇതിൻ്റെ അത്ര ഉള്ളതുകൊണ്ട് ശരിക്കും സൈഡിൽ വേണമെങ്കിൽ വെക്കാൻ എനിക്ക്. അപ്പോൾ നമ്മളത് എന്തായാലും നമ്മൾ യൂസ് ചെയ്യുന്നില്ല, നമ്മുടെ പറഞ്ഞ പോലെ സംഭവം തന്നെയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ QUBOയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ സ്റ്റെപ്സൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഒന്നുകൂടി കൊടുത്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അതുപോലെ നമ്മുടെ മുമ്പത്തെ വീഡിയോൻ്റെ ലിങ്കും അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനും അതുപോലെ ലൈക്ക് അടിക്കാനും മറക്കണ്ട. അപ്പോൾ ലൈക്ക് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സബ്സ്ക്രൈബിങ്ങും ഫോളോവിങ്സും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് മറക്കണ്ട രണ്ടും. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്താൽ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.